ഞാൻ വെച്ചെങ്കിൽ അങ്ങ് അറ്റത്തല്ലേ അത്രേ ഉള്ളൂ. കെട്ടിക്കഴിഞ്ഞാൽ അങ്ങ് താവണം, നല്ലതാവലോ. നോക്കിയോ നോക്കാല്ലേ മറുപടാ പേടിച്ചെന്തായാലും നീ ആ പോകും നോക്കണേ. പിന്നെ കടലില് ആടാ നേരത്തെ എന്നോട് ചോദിച്ചു ഇതെല്ലാം ആഴുണ്ടാവും. അതാവും അച്ഛൻ പോയി നോക്കിയിട്ട് സന്ധ്യ പടറൊറ്റ പോക്കി നോക്കാൻ. ഹെൽമെറ്റൊക്കെ വെച്ചിരിക്കുക ഗള്ള് കാര്യമില്ല. എന്നാലേ വമ്പ സ്രാവിനെ കിട്ടും. അതുകൊണ്ട് സ്റ്റിക്ക് ആവുന്നു. വെയില് തീരണമെങ്കിലുണ്ടല്ലോ 6 മണി 6:30 ആവുമായിരിക്കും. ഇല്ല ഇല്ല കടന്നു വെച്ചാൽ തൊട്ട് തലേ വെച്ചാൽ പോരെ. അത് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ചവിട്ടാനോ കിടന്ന് വെക്കാനോ പാടില്ല. ഇതാരോ മറ്റേ ദർപ്പണം ചെയ്ത സംഭവം ഒഴുകി വരുന്നോ? എന്താ മോനെ ആത്മാവേ പോയാക്കട്ടെ. ആത്മാവിനും ചൂണ്ടിട്ട് പിടിച്ചേക്കല്ലേ. എന്ത് പറ്റി ഗൈസ്, കുടുങ്ങിയോ? എടാ നീ ഇവനെന്തിന് സ്റ്റിക്ക് കൊണ്ടതിന്? എന്തിന് സ്റ്റിക്ക് കൊണ്ടതിന്? പറയിപ്പിക്കാൻ. അമല ഇതൊന്ന് നോക്കുകയും ചെയ്യും. ഗൈസ് കുടുങ്ങി ഗൈസ്. എടാ എടാ വെള്ളത്തിലിറങ്ങി നോക്കണേ. സ്രാവിനെ പിടിക്കാൻ പോകും. എടാ കൊമ്പൻ സ്രാവിനെ മതിയേ. അവിടെ എടേ വാ അവിടെ. എൻ്റെ മോനെ ഇപ്പം കിട്ടും. ഗൈസ് കുടുങ്ങി ഗൈസ്. ഇവിടെ വാടാ. മത്തിയാ ഇവിടെ ചെമ്പല് കുടുങ്ങിയിട്ടാ കല്ലിന് മുട്ടിട്ട് പിടിച്ചേക്കുന്നത്. എടുക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ. ഇത് താഴേക്ക് ചെയ്യാൻ പറ്റില്ല, വേഴിക്കണം, നല്ല വേഴിക്കണം. അത് അവൻ അടുത്ത കൊണ്ട് അതിന് കുടുക്കി. ഇവന്റെ കാര്യം എടാ ഇത് ഇറങ്ങിയെടുത്താലോ പണിയാവുക. ഇത് മൊത്തം തെന്നു. അത് പ്രശ്നം. ഇത് ശരിക്കും കുടുങ്ങിയിട്ടുണ്ട്. ഇത് കറങ്ങിയിട്ടേ ഫുള്ള് ഇതായിട്ടുണ്ട്.
ഉണ്ടോ ഫുള്ള് എന്നിട്ടോ ഉണ്ടോ എൻ്റെ അധികമുണ്ട് സാധനം വേണ്ട ദഹിച്ചിട്ട് മൊത്തത്തിൽ തിരിച്ചിപ്പുറത്തേക്കട്ടെ എന്നാലോ ശരി നിനക്ക് വലുത് കഴിയാ വലുത് കഴിയാ ഇത് അത് വലുത് കഴിയും എനിക്കോടാ എനക്കിത് ഇടത് കൈയായോണ്ടല്ല അറിയാത്ത അയ്യോ മാറ്റിയിട്ട് തരും ചേട്ടാ ഇവിടെ മീൻ പിടിക്കാൻ പറ്റിയ വല്ല പുഴാസും ഉണ്ടോ നോക്കി അടക്ക നിലത്ത് കൂടി നോക്ക് പറ്റിയ സ്ഥലം നോക്കി തേരാപ്പാര നടക്കുന്നു ഒരു സാധനത്തിന് ഇതുവരെ കിട്ടിയില്ല നടന്ന് തളർന്നിരിക്കുകയാണ് ഉപ്പിലിട്ടെന്നാ മനസ്സിലാവും ഉപ്പിൽ കടലയും വേണോ നോക്കട്ടെ പൈസ റിച്ച് മാൻ മരുടെ തകർത്ത് പിടിക്കുന്നു ഗായ്സ് ക്യൂട്ടി ഒരു സുഖമാട്ടെ അമ്മലേ ആമലേ മീൻ പിടിച്ച് തടർന്നെങ്കിൽ അല്പം ഭക്ഷണമാകാം ഒന്നെടുത്തോളൂ വേണ്ടേ ആന്നേ അതിന്റെ മണം പിടിച്ചത് വരട്ടെ ബീച്ചിന്റെ മറ്റു ഭാഗങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം നല്ല മനോഹരമായ ബീച്ചാണ് പക്ഷെ ഫുള്ള് വേസ്റ്റ് സാധനം വന്നിട്ട് അടിഞ്ഞു ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയെടുത്ത പൊളിയായിരിക്കും വൈകുന്നേരം എല്ലാം ഫാമിലി ആയിട്ടും അല്ലാണ്ടെല്ലാം വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. ഒരുപാട് ഏരിയ ഉണ്ട് നടക്കാനെല്ലാം. പിന്നെ ഇതിൻ്റെ അക്കരെ ഒരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ നല്ല ബീച്ചാണ് കാണുന്നത്. അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ കറങ്ങി പോകണം. നീലേശ്വരം ടൗണിൽ പോയിട്ട് അങ്ങനെ പോകണം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. വാ സംഭവം ജീവിയാ തിന്നാനായി ഒന്നും എൻ്റെ കൈ നിൽക്കുന്നില്ലല്ലോ. എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയ കുറേ ഗുണമുണ്ട്. ഗൈസ് മീൻ പിടിക്കാൻ വന്നിട്ട് കിട്ടിയ സാധനം ഇതാണ്. സീസൺ അല്ലാന്ന് തോന്നുന്നു. ഒരാൾക്ക് കിട്ടിയില്ലടാ. ഇവിടെ നിന്ന് അങ്ങത്തോളം ഞാൻ നടന്നു ചോദിച്ചു. ഒരാൾക്ക് കിട്ടിയില്ല. രാത്രി ആണ്ടിരിക്കും. പറയാൻ പറ്റൂലേ. നമുക്കൊന്ന് രാത്രിയിലിട്ടിനി പോവാനാകുമ്പോ മതിന്ന് പറഞ്ഞ ചൂണ്ട വലിക്കുമ്പോണ്ട് അതിൻ്റെ അടുത്തൊരു സാധനം